നിനക്ക് കേൾക്കണം എനിക്ക് അവിടെ പോകും. ഞാൻ പോകും, എനിക്ക് എന്റെ ആവശ്യമില്ല. അതെ പോലെ എനിക്കില്ല. നീ അവിടെ പോയി വലിയ പോകാൻ ഒരു സീറ്റ് വരും. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പ്രേക്ഷകർ തീരുമാനിക്കണമെന്നില്ല, നമ്മളത് ചെയ്താൽ കോൺഫിഡൻസ് നമുക്കുണ്ട്. കാരണം ഇതൊരു വെറൈറ്റി സിനിമയാണ്, വെറൈറ്റി കഥയാണ്. ഇത് ഓരോ സീൻ കഴിയും തോറും ട്വിസ്റ്റ് ആണ്. അടുത്തത് എന്താണെന്നുള്ള അടുത്തത് എന്താണ്, അടുത്ത സീൻ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ജനങ്ങളെ എത്തിക്കുന്ന ഒരു സിനിമ തന്നെ. അപ്പൊ സത്യം പറഞ്ഞാൽ ജനങ്ങളെക്കാട്ടി കൂടുതൽ കാണാൻ ഒന്ന് ആ കാത്തിരിക്കുക. ഈ രേണുസുതി അഭിനയിച്ചെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും പോസ്റ്റ് ഇടാറുണ്ടോ? അവരെ വിമർശിച്ചിട്ടാണോ കൂടുതൽ പോസ്റ്റ്? ഞാൻ അവളെ പോസിറ്റീവ് ചെയ്താണ് ഇന്നുവരെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഏറി കിടന്ന് കറക്കാം. എനിക്കൊരു ചാനലുണ്ട്, സജീന ബ്ലോഗ്സ് എന്ന് പറഞ്ഞു. അതിന് സ്റ്റാർട്ടിങ് ഈ നിമിഷം വരെ രേണുസുതിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ഇടുന്നത്. അത് രേണുസുതിക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ നാട്ടുകാർ കാണണമെന്നുണ്ടോ? പറഞ്ഞില്ലല്ലോ. അജയ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നടക്കൂല. അല്ല, ഈ പോസിറ്റീവായിട്ട് ഇടുന്നു എന്ന് പറയുന്നത് അവർക്കെതിരെ ഇങ്ങനെ ഓരോ അറ്റാക്ക് വരുന്നതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അത് മാത്രമല്ല നല്ലൊരു ഫ്രണ്ടാണ്. ഈ രേണുവിനെ കാണുന്നത് തന്നെ ഒരു 1.5 വർഷത്തിന് മുമ്പ് ദയാവതം എന്ന് പറഞ്ഞൊരു സിനിമ ലൊക്കേഷൻ വെച്ചാൽ കാണുന്നത്. അന്ന് മുതൽ ഇന്ന് നിമിഷം വരെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓരോരുത്തരും ഓരോ നെഗറ്റീവ് പറയുന്നെങ്കിലും അതിനകത്ത് സത്യസന്ധമായിട്ട് പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. കൊച്ചിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം അഭിനയിച്ച ആൾക്ക് എന്തോ പറയുന്നത് അത് ഞാൻ ചെയ്യട്ടെ. ഇപ്പൊ രേണുവിനെ കൊണ്ട് നമുക്ക് ഗുണമുള്ളത് കൊണ്ടാണ് രേണുവിനോട് നിൽക്കുന്നത്, വീഡിയോ ഒക്കെ ഇടുന്നത്. തോന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷവും വീഡിയോ ഒക്കെ ഇടുന്നത്? പോസിറ്റീവോ നെഗറ്റീവോ ഒരാൾക്ക് വലിയൊരു അസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഇടുന്നതാണ് പറയുന്നത്. അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ എന്റെ ചാനലിലുണ്ട്. ഈ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയാണ് അനുസരിച്ച് തെറ്റിയത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യൂ മാത്രമാണോ? അല്ല, ഏണിങ്സിനും വ്യൂവിനും വേണ്ടിയിട്ടാണ് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. എനിക്ക് ഏണിങ്സ് വ്യൂ വേണമെങ്കിൽ ഒരു വീഡിയോ രേണുവിനെ വെച്ച് നെഗറ്റീവ് ഇട്ടാൽ എനിക്ക് ഇപ്പൊ കിട്ടിയതിനെക്കാട്ടി 100 ഇരട്ടി ഹൈപ്പ് കിട്ടും. ഞാനൊരു ദിവസം കൂടി പോയ 10K ഇതിനപ്പുറത്തോട്ട് എനിക്ക് വ്യൂ പോവാറില്ല. ലൈവ് പോവാറുണ്ടോ? എന്റെ പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഞാൻ വളരെ അടുത്ത സുഹൃത്താണ് രേണുസുതിയുടെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പോയായിരുന്നു. അപ്പൊ 2-3 വട്ടം ചേച്ചിയൊക്കെ ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ അടുത്തൊന്നും ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പൊ ആ രേണുവിനെ കൊണ്ട് എന്തെങ്കിലും മുതലെടുപ്പ് ചുമ്മാ ഒരിക്കലും ഇല്ല. ഒരിക്കലും അങ്ങനെ രേണുവിനെ കൊണ്ട് വേറൊരു കാര്യം കൂടെ അന്വേഷണം മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത്, ആൽബം എടുക്കുന്ന സമയത്തും ഒരുപാട് മീഡിയക്കാര് രേണുവിന്റെ പുറകിൽ വരുന്നുണ്ട്. കൊണ്ടുപോയിക്കോ? ഉണ്ട്. അപ്പോൾ നമുക്ക് വ്യൂവിനും റീച്ചിനും വേണ്ടിയിട്ടാണെങ്കിൽ ആ മീഡിയക്കാരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിവുള്ളൊരുത്തി ഞാനായിരുന്നു. ആ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുകയോ രേണുവിനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടോ? എനിക്ക് ആ ഒരു വഴി കൂടെ കയറി പോകാറുണ്ട്. ഒരിക്കലും ഇല്ല. എനിക്ക് എന്റെ കഴിവ് എനിക്ക് വിശ്വാസം. ഞാൻ എത്തേണ്ടടുത്ത് എത്തപ്പെടുമെന്ന് എനിക്ക് വിശ്വാസം. ചേച്ചി പറയുന്നത് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ചേച്ചി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ എന്തെങ്കിലും ഇത് കണക്ക് റീച്ച് വേണ്ടിയിട്ടാണ് മനസ്സ് വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ദൈവത്തോർത്ത് അത് നിർത്തണം. അയ്യേ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാ. അതാ ഞാൻ പറഞ്ഞത്. ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ അങ്ങനെ ഇനി ചെയ്യരുത്. എനിക്ക് പറയാം, ഫീൽ ചെയ്യരുത്, ഹേർട്ട് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുക, ഈ വീടിന് മുമ്പിൽ ഞാൻ തുറന്നു പറയുക. അല്ലല്ല, എനിക്കത് സംസാരിക്കുമ്പോ ഇച്ചിരി സൗണ്ട് കൂടും. അത് ഇച്ചിരി ഫീൽ ചെയ്തെന്ന് ഞാൻ അനീഷ് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഫീൽ നല്ല കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുവാണ്. അനീഷ് 2 ദിവസം മുമ്പ് വീട്ടിൽ ഞാൻ പോയി
അപ്പൊ രേണു അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല. ഞാൻ കല്യാണം കഴിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പോയത് ഞങ്ങൾ നല്ല സുഹൃത്താണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു, ആണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എങ്ങനെ സുഹൃത്തായി? എല്ലാവരും ഒരു കാര്യങ്ങളും കൊണ്ട് അടിക്കപ്പെട്ട സുഹൃത്താണ്. ചേച്ചി എങ്ങനെ സുഹൃത്തായി? ഞാൻ അത് മുന്നേ സുഹൃത്തായി. അതെങ്ങനെ സുഹൃത്തായി? ഞാൻ ലൊക്കേഷൻ വെച്ച് കണ്ടത് നിങ്ങൾക്ക് അത് പറയാനുള്ള കാര്യമല്ല, ഇത് നമ്മുടെ കരിമ്പടത്തിന്റെ കാര്യം സംസാരിക്കും. നിങ്ങൾക്ക് അത് പറയണ അവിടെ മാറിപ്പോ പോണം. രേണുവിന്റെ കാര്യം സംസാരിക്കാൻ നിങ്ങൾ മാറി. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള നാട്ടുകാരുടെ കാര്യം പറയാൻ ഇവിടെ ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ പറയാൻ ഇതെന്താ ചന്തേ? ഈ മീഡിയ മുമ്പിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷ് പറഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ നിർത്ത്. ഞാൻ പറഞ്ഞു നിർത്തിട്ട് അപ്പൊ നീ അറിയാം. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു പറയാം, നാളെ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്താൽ വീഡിയോ ഇടുന്നു, അങ്ങ് നിർത്തിക്കൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഓരോ വീഡിയോ ഇടുന്നത് പിന്നിൽ എന്താണ് അനീഷ് അറിയത്തില്ലല്ലോ. ചേച്ചി, അച്ഛൻ, ഇത് എന്നെ വിളിച്ച് എനിക്ക് തന്നെ കണ്ടന്റ് അനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ചുമ്മാ അതൊക്കെ ചുമ്മാ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനെങ്ങനെ അറിയും? എന്നെ വിളിച്ച് പറഞ്ഞു സജീന ചേച്ചി രേണുവിന്റെ അച്ഛനും അമ്മയും വിളിച്ച് കണ്ടന്റ് കൊടുക്കുന്നു. കണ്ടന്റ് കൊടുക്കുന്നു. എന്ത് കണ്ടന്റ്? കണ്ടന്റ് എന്നല്ല പറഞ്ഞത്. രേണുവിന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് കണ്ടന്റ് കൊടുക്കും. ഹോസ്പിറ്റലിൽ പോകുമ്പോ രാവിലെ ചേച്ചി വിളിക്കും, ചേച്ചി ഞങ്ങളുടെ രേണുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പൊ അവര് പ്രൊമോട്ട് ചെയ്യാൻ പറയുവാണ്. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥന മാത്രം മതി ചേച്ചി. ആ പ്രാർത്ഥന വീഡിയോസ് ആയിട്ട് നിങ്ങൾ എടുക്കും. ഞാനത് പോസ്റ്റ് ആയിട്ട് ഇടും. അതിന്റെ താഴെ വന്ന ആ കമന്റുകൾ ഫുള്ള് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുമല്ലേ? ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇത് രേണുവിന്റെ A to Z കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഈ രേണുസിനെ കൊണ്ട് 1.5-2 വർഷത്തോളം നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോഴും അവിടെ ഹൈപ്പിച്ചാണ് ഇരിക്കുന്നത്, എവിടെ ഡൗൺ ആയിട്ടില്ല. ഈ അസുഖം വന്ന് കിടന്നിട്ട് പോലും ഈ രേണുസിനെ വിറ്റ് തിന്നാത്ത ആരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ? അത് പറ. ഞാൻ ആ വാക്ക് പറഞ്ഞില്ലെന്നുള്ള, അങ്ങനാണെങ്കിൽ നിർത്തണമെന്നേ പറഞ്ഞു. ദൈവത്തെ അത് അല്ലാതെ നിർത്തണമെന്നില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടാണെങ്കിൽ നിർത്തണം, ചെയ്യരുത്. ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സിമ്പിൾ ആണ് എന്റെ ഉത്തരം. നെഗറ്റീവ് കമന്റ് ഇട്ടാൽ മതി. നെഗറ്റീവ് മാത്രം ഒരു ഒറ്റ വീഡിയോ ഞാൻ ഇട്ടാൽ നീ ഈ പറഞ്ഞ റീച്ച് ഹൈപ്പും എണിച്ച് കിട്ടും. ഞാൻ പക്ഷെ അങ്ങനെ ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ എത്ര കിട്ടുന്നില്ല? കിട്ടുന്നില്ല. ഇപ്പൊ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് പറയുന്നത് എനിക്ക് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? തെളിവെടുത്ത് കാണിച്ചു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ $100 കേൾക്കും. സത്യസന്ധമായിട്ടുള്ള കാര്യം 3 മാസം കൂടുന്നു. വേറെ ഞാൻ കൊണ്ട് ചെയ്തു അത് അല്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണ്. വ്യൂ നോക്കി അറിയത്തില്ല. നമ്മളൊരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുത്താൽ 1K 2K വ്യൂവിന് എന്തോ കിട്ടുമെന്നാ ഞാൻ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഹൈപ്പിൽ 5Kയോ 10Kയോ അപ്പൊ രേണു ഇല്ലെങ്കിൽ സജീന ഇല്ല, കേറത്തില്ല, യൂട്യൂബില്ല, ഈ $100 ഇല്ല. രേണു ഇല്ല, സജീന തീർന്നു. ഞാൻ വ്ലോഗ് ചെയ്തത് അത് പല വീഡിയോയിൽ ഞാൻ പിന്നെ ഈ $100 എത്ര ശതമാനം രേണു കൊടുക്കും? എന്തിനു കൊടുക്കുന്നത്? ഞാൻ അത് ഞാൻ പറഞ്ഞത് ഒരു 70 സുഹൃത്താണ്. രേണുവിന്റെ കണ്ടന്റ് വീഡിയോ ചെയ്യും. എന്തിനാ വീട്ടിൽ പോകണം, ഞാൻ പോകുമ്പോ ഇത് കൊടുക്കുന്നുണ്ടേ, ഞാൻ ഇത് കൊടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. എനിക്ക് എന്റെ മനസ്സിൽ എന്താണ് വഴി പോകുന്നത്? ഞാൻ ചോദിച്ചല്ലേ രേണുവിനെ ഒരു മീഡിയ ചോദിച്ചേ. എനിക്ക് താല്പര്യം പറയാം. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു അത് അതിന്റെ പേഴ്സണലാണ്. ഞാൻ അവർക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, ഞാൻ മുഖേന വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു, അതൊന്നും എനിക്ക് പറയേണ്ട എന്റെ ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചോദിച്ചുകൊണ്ടാ നീ എന്തിനൊക്കെ കേൾക്കണം എനിക്ക് അവിടെ പോകും. ഞാൻ പോകും, എനിക്ക് എന്റെ ആവശ്യമില്ല. എനിക്കില്ല. നീ അവിടെ പോയി നല്ല പോകാൻ ഒരു സീറ്റ് ഉണ്ട്. അത് ഞാനാണ്. പോട്ടെ.